ഗസയിൽ യുദ്ധം 6 മാസം തുടർന്നാൽ 85,000-ഓളം പലസ്തീനികൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന് പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നു. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെയും ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിൻ്റെയും ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘമാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം മോർണിംഗ് ഷോയിൽ. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി നടത്തിയ ഈ പഠനത്തിൽ എന്തൊക്കെ മറ്റു വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ്. ലോക പ്രശസ്തമായ ജോൺ ഹോപ്കിൻസിലെയും അതുപോലെ ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ എന്നീ സ്ഥാപനങ്ങളിലേക്ക് ഗവേഷകർ തയ്യാറാക്കിയ വിശദമായ പഠന റിപ്പോർട്ടിലുള്ളത് വളരെ ഭയപ്പെടുത്തുന്ന കണക്കുകളാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു 3 സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഗവേഷകർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഗസയിൽ യുദ്ധം മുറുകുകയാണെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ പരിക്കുകളും അതുപോലെ അസുഖങ്ങളും ഒക്കെ മൂലം ഗസയിൽ 85,000-ഓളം പാലസ്തീൻകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. അത് ഇപ്പോൾ മരണമടഞ്ഞ 29,000-ത്തിലധികം പേർക്ക് പുറമെയാണ് ഈ കണക്കുകൾ എന്ന് ഓർക്കണം. ഇനി ഈ യുദ്ധം ഇതേ രീതിയിൽ യാതൊരു മാറ്റവും കൂടാതെ തുടരുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇപ്പോഴത്തെ കണക്കുകൾക്ക് പുറമെ 58,000-ഓളം പേർക്ക് മരണം സംഭവിക്കും. ഇതിനിടയിൽ പകർച്ചവ്യാധികൾ, കോളറ പോലുള്ള പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയും ഗവേഷകർ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മരണനിരക്ക് 66,000 കവിയുമെന്നാണ് പറയുന്നത്. 3 സാധ്യതകളിൽ ഏറ്റവും അപകടം കുറഞ്ഞ, അതായത് ഇപ്പോൾ ഈ സെക്കൻഡിൽ ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കുവാൻ സാധിച്ചാൽ പോലും ഇനി ഒരു 6,500 പേർക്കെങ്കിലും 6 മാസത്തിനുള്ളിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കും. ഈ റിപ്പോർട്ടിന് നേതൃത്വം നൽകിയത് അന്താരാഷ്ട്ര ആരോഗ്യ വിദഗ്ധനും അതുപോലെ ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ പ്രൊഫസറുമായ ഡോക്ടർ ഫ്രാൻസിസ്കോ കെക്കിയാണ്. അദ്ദേഹം പറയുന്നത്, ഒരിക്കലും ഇതൊരു രാഷ്ട്രീയ സന്ദേശമായി കണക്കാക്കരുത്. ജനങ്ങളുടെ മനസ്സിന്റെ മുമ്പിലേക്ക് ചില കണക്കുകൾ അവർ നിരത്തുകയാണ്. ഈ പഠന റിപ്പോർട്ട് ഒരിക്കലും ഒരു വാദപ്രതിവാദത്തിനല്ല, അധികാര കേന്ദ്രങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നവർ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ ഫ്രാൻസിസ്കോയും ഗക്കയും ഈ സംഘവും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് യുദ്ധത്തിന് മുമ്പുള്ള ഗസയിലെ സ്ഥിതി വിവരങ്ങളും അതുപോലെ യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഈ 4 മാസത്തെ ഡേറ്റയും ഒക്കെ വെച്ചാണ്. ഗസ മുനമ്പിൽ യുദ്ധത്തിന് മുമ്പ് 22 ലക്ഷം ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഹൃദയാഘാതം പോലെയുള്ള ട്രോമാറ്റിക് ഇഞ്ചുറീസ്, പകർച്ചവ്യാധികൾ, നവജാത ശിശുക്കൾക്കൊക്കെ സംഭവിക്കുന്ന മരണങ്ങൾ, ഡയാലിസിസ് പോലുള്ള മരുന്നുകളോ ചികിത്സയോ ലഭിക്കാത്ത രോഗങ്ങൾ എന്നിവയിൽ നിന്നുള്ള മരണങ്ങളെല്ലാം ഈ റിപ്പോർട്ട് തയ്യാറാക്കാനായി ഇവർ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.